ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതായത് നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ കുറേ മുരിങ്ങയില ഉണ്ടായി നിൽക്കുന്ന കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ മുരിങ്ങയിലത്തോരൻ വെക്കാം, വെറുതെ ഇല കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. മാത്രമല്ല വളരെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നുമാണല്ലോ മുരിങ്ങയില എന്ന് പറയുന്നത്. മുടിക്കാണെങ്കിലും സ്കിന്നിനും എല്ലാത്തിനും നല്ലതാണല്ലോ. പിന്നെ അന്ന് പറിക്കാൻ വിചാരിച്ചത് ഒടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വലിയ കൊമ്പൊക്കെ പുറത്ത് വെച്ച് തന്നെ കളയാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് പീസാക്കി എടുത്തുകൊണ്ട് വരാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ വലിയ പേപ്പറിലെടുത്ത് ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി നമ്മൾ എടുത്ത് വെച്ചേക്കാണെങ്കിൽ ആ കമ്പിൽ നിന്നെല്ലാം കൂടി നമ്മുടെ ഇലയില്ലേ പുറത്ത് ആ പേപ്പറിലേക്ക് ചാടി കിടക്കും. പിന്നെ കമ്പ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതിയെന്ന്. അപ്പോൾ അത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ് കേട്ടോ. എനിക്കത് എത്ര നോക്കിയിട്ടൊന്നുമില്ല, കാര്യം ഇല എല്ലാം ചാടി കിട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട, ഇല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ചെറിയ ചെറിയ കോലൊക്കെ ഇല്ല, അതിൻ്റെ കോലൊക്കെ അതിനകത്ത് ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ പറക്കി കളഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര ഓക്കെയല്ല. പിന്നെ ആ ഒരു ഫ്രഷ്നെസ്സും എനിക്ക് ഫീൽ ചെയ്തില്ല. നേരിട്ട് പറിച്ച് ഒലുത്തുമ്പോൾ ഉള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും, ഒരു ഉണങ്ങിയ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആളുകളിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിനകത്തുനിന്ന് ഇങ്ങനെ ചാടി വന്നിട്ട് എടുത്ത് ഒലത്താൻ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ വീട്ടിലുണ്ടായൊരു പഴക്കൊലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് ഒരെണ്ണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരട്ടപ്പഴമൊക്കെ കാണുന്നുണ്ടല്ലോ, അതുപോലെ 4 പഴം ഒരുമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അതൊന്ന് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വേറെ ഉണ്ട് കേട്ടോ, അതിൽ ഇങ്ങനെ ഇരട്ടപ്പഴമൊക്കെ കൂടുതലുണ്ടായിരുന്നു. കുറച്ച് കറുത്ത് പോയിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ. വീട്ടിൽ തന്നെ മിക്കവാറും വാഴക്കൊലയൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്ത പരിപാടി ചിക്കൻ കറി ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചിക്കൻ എടുത്ത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്താൽ നല്ലതാണ്. പെട്ടെന്ന് അഴുക്കൊക്കെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അത് കുറച്ചൊന്ന് മസാല ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ വെറുതെ കണ്ടുപോകുന്നരുത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പുതുതായിട്ടൊക്കെ വീഡിയോയിലേക്ക് കാണുന്നവർക്ക് വെൽക്കം ടു മൈ ചാനൽ. ഉണ്ടാക്കാൻ തുടങ്ങുമ്പേ പറയാം, നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചതിൽ വെച്ചൊരു ഏറ്റവും നല്ലൊരു ചിക്കൻ കറി എന്ന് പറയുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ട് വഴട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ക്ഷമ വേണ്ട ഒരു കാര്യമാണ് സവാള വഴട്ടൽ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഈ സവാള വഴട്ടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണല്ലോ. കുറേ നേരം വാട്ടിക്കൊണ്ടിരിക്കണം. സവാള കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ടൈം നമ്മളിങ്ങനെ വാട്ടിക്കൊണ്ടേ ഇരിക്കണമല്ലോ. അപ്പോൾ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്ഷമ വേണം ആക്ച്വലി. പിന്നെ അല്ലെങ്കിൽ കുക്കറിലൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. 1-2 വിസിലൊക്കെ അടുപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് വാടി കിട്ടും. പിന്നെ അതിനകത്തേക്കുള്ള മിക്സ് ഒന്ന് അരപ്പാക്കാൻ പോവാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ജാര കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ടായി. അപ്പോൾ അതിട്ടു. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് കേട്ടോ. സവാള ഒന്ന് കുറച്ച് വാടി കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില ഇടാൻ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് എണ്ണയിലേക്ക് ഇടാം, ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ സവാളയിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടുള്ള അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. സവാള അത്യാവശ്യം വാടിയതിന് ശേഷം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങും പാത്രത്തിൽ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളത് ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് ഉണ്ടാക്കണം കേട്ടോ. നോർമൽ ഉണ്ടാക്കുന്ന തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അതിനകത്തേക്കുള്ള മസാലസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ വറുത്ത് വെച്ചതാണ് കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾ, പിന്നെ കുരുമുളക് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം, ഗരം മസാല, മുളക് പൊടി, ഇതൊക്കെ ചേർത്തിട്ടൊന്ന് വറുത്ത് വെച്ചതാണ് കേട്ടോ. വറുത്ത് വെക്കണമെന്നൊന്നുമില്ല, ഡയറക്റ്റ് ആഡ് ചെയ്യാം.
പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പൊടി വറക്കുന്ന സമയത്ത് അതെപ്പോഴും എണ്ണയിൽ വറക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ ഒരിക്കലും പൊടി ഇടുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ ഒരു പച്ചപ്പ് നമുക്ക് മാറിപ്പോകും. ഏത് കറി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു മുളക് പൊടിയുടെയോ മല്ലിപ്പൊടിയുടെയോ ഒക്കെ ഒരു കുത്ത് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും ആ കറിയിൽ. അപ്പോൾ എണ്ണയിൽ അതൊന്ന് വാടണം. എണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴാണ് നമുക്ക് പിന്നെ എന്തിടാണ്ടെങ്കിലും ഇടാവുള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളിയുടെ കൂടെ തന്നെ ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതാണ്. ആ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതാണ് ഗ്രീൻ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുന്നുണ്ട്. ഇപ്പം ചായ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്കൂടെ കുടിക്കാനായിട്ട്. ചായ എപ്പോഴും കുടിക്കാൻ നല്ലതല്ല എന്നറിയാം, പക്ഷെ ഇപ്പം ഞാൻ കുറച്ചങ്ങനെ കുടിക്കുന്നുണ്ട്. മധുരമൊന്നും ഷുഗർ ഇങ്ങനെ അധികം കഴിക്കുന്നത് നല്ലതല്ല എന്നറിയാം, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുറച്ച് ചായയൊക്കെ കുടിക്കും. അപ്പോൾ ഞാൻ ഫുഡ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യും. നമ്മൾ ചിക്കൻ അതിനകത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ആ മസാല കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും പറയുന്നത് അത്ര നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ ഇട്ടിട്ട് നിങ്ങൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട, ചിക്കനിയും തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ഒട്ടും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, ചിക്കനിയും തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ മൂടി വെച്ച് വേവിച്ചെടുത്താണ്. എന്നിട്ട് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ആ ചൂടോട് തന്നെ. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമാണ് ഈ ചൂടോട് കൂടി വെന്ത് തുടങ്ങുമ്പോഴേക്ക് തന്നെ അടുപ്പിൽ നിന്ന് എടുത്ത് ഞാൻ കുറേശ്ശെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആദ്യം ഒരു പീസ് എടുത്തുകൊണ്ടും ഇച്ച് കഴിയുമ്പോൾ 2 പീസ് എടുത്തിട്ടും അങ്ങനെ ഇങ്ങനെ എടുത്ത് പാത്രത്തിലെടുത്ത് അതിൻ്റെ ചാറും കുറച്ച് എടുത്തിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അതിപ്പോൾ ചിക്കൻ കറി എന്നല്ല, വേറെ ഇപ്പം എന്തെങ്കിലും ഒലത്തുണ്ടാക്കുവാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഞാനിങ്ങനെ ചൂടോടുകൂടി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് കുറച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ചിക്കൻ കറി റെഡി ആയപ്പോഴേക്കും വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് എടുത്തിട്ട് പോവാണ്. കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് അഭിപ്രായം പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ കഴിക്കാൻ നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിച്ചു. നിർത്തുന്നില്ല, ആക്ച്വലി ഞാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പീസും കൂടി എടുത്ത് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ചിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നതിൽ. ചിക്കൻ്റെ ചാറാണെങ്കിൽ അത്യാവശ്യം കുറുകിയിട്ടാണ് കേട്ടോ ഞാൻ ഓഫ് ചെയ്തേ. പിന്നെ ഓർത്തു ചിക്കൻ ഫ്രൈയും കൂടി ചെയ്താലോ എന്ന്. അത് ഒരുമിച്ച് ഞാനത് ചിന്തിച്ചില്ല, ഇല്ലെങ്കിൽ ഞാൻ ആദ്യമേ ചിക്കൻ കഴുകി വെച്ചേനായിരുന്നു. പിന്നെ ഓർത്ത് കുറച്ച് ഫ്രൈയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ എന്താ ചെറുതാക്കുന്നത് വെച്ചാൽ വലിയ പീസായിട്ട് പൊരിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ചെറിയ പീസാക്കിയിട്ട് പൊരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. then വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3 തന്നെയാണ് കേട്ടോ ഇതിനേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ അരച്ചെടുക്കുന്നത്. ഇഞ്ചി വലിയൊരു പീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും അതിനകത്ത് ഇടുന്നുണ്ട്. അതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കതിന് ചിക്കനിലോട്ട് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതിനു മുമ്പ് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുരുമുളകും ഗരം മസാല ആഡ് ചെയ്യുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല എന്നാണ്, പക്ഷെ അതും ആഡ് ചെയ്തിട്ടുണ്ട്. വിട്ടുപോയതാണെന്ന് തോന്നുന്നു. പിന്നെ ഉപ്പ് കേട്ടോ, നമ്മുടെ മെയിൻ താരം ഉപ്പിന് വിട്ടുപോയി, അതും ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ അരച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3 ആ പൊരിച്ച് കിടക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് ആ ഒരു പൊരിഞ്ഞ് കിടക്കുന്ന ചിക്കനിൽ കിടക്കുന്നത് തിന്നുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചെറിയ പീസാക്കിയിട്ട് പൊരിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കൂടുതലും വെളിച്ചെണ്ണയാണ് കേട്ടോ എല്ലാത്തിനെയും യൂസ് ചെയ്യുന്നത്.
അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ചിക്കനൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് പറക്കി എണ്ണയിലേക്ക് വെക്കാം. നല്ല രീതിയിൽ മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളു നല്ല സോഫ്റ്റായിട്ടും പുറം അത്യാവശ്യം മുരിഞ്ഞ് വരുന്ന രീതിയിലായിരിക്കും. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ലാസ്റ്റിലൊന്ന് കണ്ടു നോക്കട്ടെ അതിൻ്റെ ഒരു ടെക്സ്ചർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതും കറിയും ഫ്രൈയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? കാണാൻ നല്ല രസമുണ്ട്, കഴിക്കാനും സൂപ്പറായിരുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റ് വന്നു. പത്തിരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഇത്. ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ്. എനിക്ക് ഭയങ്കര തൊണ്ടവേദനയും തലവേദന പനിയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം എഴുന്നേറ്റ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അമ്മച്ചി. അത് കഴിഞ്ഞിട്ടൊരു ചായ ഞാൻ കുടിക്കുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ ചായ കുടിക്കുകയാണ്. ഭയങ്കര തൊണ്ടവേദനയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് പത്തിരിയും മുട്ടക്കറിയും ചായയും കൂടി കുടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം കഴിക്കാനൊന്നും പറ്റുന്നില്ല, നല്ല തൊണ്ടവേദനയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ, കുറയുന്നില്ല. 2 ദിവസമായിട്ട് ഈ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടായി. അപ്പോൾ നമുക്കൊന്നും റെസ്റ്റ് ഇടുന്നില്ലല്ലോ, ഡെയിലി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും തോറും വീണ്ടും തൊണ്ടയ്ക്കത് ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ മരുന്നൊക്കെ മേടിച്ചു. ഡോക്ടറുടെ അടുത്ത് പോരാ ഇറങ്ങിയപ്പോൾ എന്താ അവിടെ ഒരു കിളിക്കൂട് കണ്ടു. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുന്നുണ്ട്. കിളികളെ ജസ്റ്റ് ഒന്ന് നോക്കി. ഡോക്ടറിൻ്റെ വീട്ടിലാണ് കേട്ടോ പോയത്. വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടെ നിന്ന് തന്നെ മെഡിസിനും കിട്ടും കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നു. ഇനി മരുന്നൊക്കെ കഴിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കൊച്ചിന് ചുമ കുറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇനിയിപ്പോൾ അവനെ കൊണ്ടുകൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. കുറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിയാനായി. അപ്പോൾ ഒന്ന് ഡോക്ടറൊന്നുകൂടി ഒന്ന് കാണിച്ചു നോക്കണം എന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ പോകുന്നതിന് മുമ്പിട്ട് എൻ്റെ ഒന്ന് മെഡിസിനൊക്കെ ഒന്ന് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഡേ ഫുള്ള് ഹോസ്പിറ്റലിൽ പോസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. ഒന്ന് ഫുള്ള് ഹോസ്പിറ്റലിൽ പോസ്റ്റായിട്ട് ഇരിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മുടെ ടോക്കൺ വിളിച്ച് നിർത്തിയിരിക്കുന്ന ടൈമിൽ ഡോക്ടറിനൊരു എമർജൻസി വന്നു. NICUവിൽ ഒരു കുട്ടിക്ക് എമർജൻസി വന്നിട്ട് ഡോക്ടർ അങ്ങോട്ട് പോയി. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത്. അത് നമുക്കൊന്നും പറയാനില്ലല്ലോ, കുഞ്ഞിന് വയ്യാണ്ട് വന്നിട്ട് പോയതല്ലേ. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ പോയി അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ചായയും കടിയൊക്കെ മേടിച്ച് കഴിച്ചു. അതുകഴിഞ്ഞ് ഡോക്ടറെ കണ്ടു കേട്ടോ. ഡോക്ടറിനെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തു, എക്സ്റേ എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡോക്ടറെ റിസൾട്ട് കാണിക്കാൻ വന്നപ്പോൾ വീണ്ടും ഡോക്ടർ പോയിരിക്കുകയായിരുന്നു NICUവിൽ. കുട്ടിക്ക് എന്തോ എമർജൻസി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ മേടിച്ചു. വീട്ടിൽ വന്നിരുന്നപ്പോൾ ഉമ്മച്ചി ചക്കപ്പുഴുക്കും ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചു. ദെൻ നൈറ്റിൽ ചോറും പപ്പടവും മീൻ പൊരിച്ചതും മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടി കഴിക്കുന്നുണ്ട്. ഇതൊക്കെ വയ്യാണ്ടായി. ഇന്ന് ഫുൾ ഹോസ്പിറ്റലിൽ രാവിലെ പോയിട്ട് വൈകിട്ട് സന്ധ്യയായി വന്നപ്പോൾ. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.